എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ISL-ൽ ഇന്ന് ഡബിൾ ഹെഡർ മത്സരങ്ങളാണ് ഉള്ളത്. ഇന്ന് വൈകിട്ട് നടന്ന മത്സരത്തിൽ ബംഗളൂരു FC-യും അതുപോലെ തന്നെ പഞ്ചാബ് FC-യും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ 2-നെതിരെ 3 ഗോളുകൾക്ക് ബംഗളൂരു FC-യെ വീഴ്ത്തിക്കൊണ്ട് പഞ്ചാബ് ഒരു വമ്പൻ തിരിച്ചറിവ് തന്നെ ഇപ്പോൾ നിലവിൽ നടത്തിയിരിക്കുകയാണ്. എന്നാലും പഞ്ചാബ് FC-ക്ക് കഴിഞ്ഞ മത്സരത്തിൽ ഒരു പരാജയമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ബംഗളൂരു FC-ക്കും അങ്ങനെ തന്നെയായിരുന്നു, ഒരു പരാജയമായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. എന്നാൽ ഇപ്പോൾ പഞ്ചാബ് FC വീണ്ടും ഒരു തിരിച്ചറിവ് തന്നെ നടത്തിയിരിക്കുകയാണ്. 2-നെതിരെ 3 ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു FC-യെ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതോടുകൂടി അവർക്കിപ്പോൾ നിലവിൽ 23 പോയിന്റാണ് പഞ്ചാബിന് നിലവിലുള്ളത്. അവരിപ്പോൾ 9ാം സ്ഥാനത്താണ് നിലവിലുള്ളത്. ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇപ്പോൾ 8ാം സ്ഥാനത്താണ്. പഞ്ചാബിനെക്കാളും 1 പോയിന്റ് മാത്രമേ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് കൂടുതലുള്ളൂ. ഈ മത്സരം കഴിയുന്നതിന് മുൻപ് വരെ ബ്ലാസ്റ്റേഴ്സിന് ഏകദേശം അവരെക്കാളും 4 പോയിന്റിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം 15ാം തീയതിയാണ്, അതായത് ഫെബ്രുവരി 15-നാണ്. ആ മത്സരത്തിന് മുമ്പ് തന്നെ പഞ്ചാബ് വീണ്ടും ഒരു മത്സരം കളിക്കുന്നുണ്ട്. അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടാണ്. ആ മത്സരം അവർ വിജയിക്കുകയോ സമനില നേടുകയോ ചെയ്ത ബ്ലാസ്റ്റേഴ്സിനെ മറികടന്നുകൊണ്ട് അവർക്ക് 8ാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചാബിൻ്റെ അടുത്ത മത്സരം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ തന്നെയായിരിക്കും. എന്തായാലും ബംഗളൂരു FC-യുടെ കാര്യമെടുത്താൽ അവർ ഇപ്പോഴും ദയനീയമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മോശമായ പ്രകടനം തന്നെയാണ് ഇന്നും ബംഗളൂരു FC നടത്തിയത് എന്ന് തന്നെ നിലവിൽ പറയേണ്ടതുണ്ട്. എന്തായാലും പഞ്ചാബ് FC-ക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ വിജയ ഗോൾ നേടിയത് അവരുടെ സൂപ്പർ താരമായ ലൂക്ക മാഡ്സൺ ആയിരുന്നു. താരം ഇഞ്ചുറി ടൈമിലാണ് ഗോൾ നേടി അവർക്ക് ഒരു വിജയം സ്വന്തമാക്കി കൊടുത്തത്. എന്തായാലും പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ മോഹൻ ബഗാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ 1ാം സ്ഥാനത്തുള്ളത്. 40 പോയിന്റാണ് അവർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്നത്തെ ഡബിൾ ഹെഡറിലെ 2ാം മത്സരത്തിൽ മോഹൻ ബഗാൻ ഇറങ്ങുന്നുണ്ട്. മുഹമ്മദൻ സ്പോർട്ടിംഗാണ് എതിരാളികൾ. ആ മത്സരത്തിൽ വിജയിക്കാൻ സാധിച്ചാൽ അവർക്ക് പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് തുടരുകയും അതുപോലെ തന്നെ 43 പോയിന്റിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. 2ാം സ്ഥാനത്തേക്ക് നോക്കുകയാണെങ്കിൽ ഗോവയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് ഇപ്പോൾ ജംഷഡ്പൂർ FC-യാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ 4ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ നോർത്ത് ഈസ്റ്റ് ആണുള്ളത്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ ബംഗളൂരു FC-യാണ് ഇപ്പോൾ 5ാം സ്ഥാനത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ 8ാം സ്ഥാനത്താണ്.